നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. എല്ലാ കുട്ടികളും ജനിച്ചു വീഴുന്നത് അണ്ഡബീജ സങ്കലനത്തിലൂടെ സിക്താണ്ഡമായി, ഭ്രൂണമായി. ഏതൊരു കുഞ്ഞും ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് നല്ല ഈമാനികമായ ഭാവത്തിലാണ്, ഇസ്ലാമികമായ ഭാവത്തിലാണ്, നല്ല സ്വച്ഛ പ്രകൃതിയിലാണ് എല്ലാ കുട്ടികളും ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. പക്ഷേ ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. ജൂതന്റെ സംസ്കാരങ്ങൾ, നസറാനിയുടെ സംസ്കാരങ്ങൾ, മജൂസിയുടെ സംസ്കാരങ്ങൾ ആ കുട്ടികൾക്ക് കൈമാറുന്നത് മാതാപിതാക്കളാണ്. മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി സലാസതു അശയ്യ അൻ യുഹ്സിന ഇസ്മഹു ഇദാ വുലിദ വഅൻ യുഅല്ലിമഹുൽ കിതാബ ഇദാ ഖല വഅൻ യുസവ്വിജഹു ഇദാ ദറക. ഏതൊരു ഉമ്മയും യഥാർത്ഥ ഉമ്മയായി മാറുന്നത്, ഏതൊരു ബാപ്പയും യഥാർത്ഥ ബാപ്പയായി തീരുന്നത് 3 കാര്യങ്ങൾ അടിസ്ഥാനപരമായി, മൗലികമായി, ഫണ്ടമെന്റലി നിർവഹിക്കുമ്പോഴാണ്. അതിലൊന്നാമത്തേത് അള്ളാഹുവിനും റസൂലിനും പൊരുത്തമുള്ള പേര് നിർദ്ദേശിക്കുക എന്നത് കാണാം. രണ്ടാമത്തേത് ശർഈയായ ഇൽമ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് കാണാം. മൂന്നാമതായി വിവാഹപ്രായമെത്തിയാൽ അള്ളാഹുവിനും റസൂലിനും പൊരുത്തമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഇണകളെ സെലക്ട് ചെയ്തു കൊടുക്കണമെന്നും കാണാം. മാതാപിതാക്കൾ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോഴാണ് മക്കളിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാകുന്നത്. നമ്മുടെ ഏറ്റവും ചെറിയ ഉത്തരവാദിത്തമാണ് ആ മക്കളുടെ ശരീരം നരകം തൊടാതെ രക്ഷപ്പെടുത്താൻ കഴിയണം. സ്വർഗത്തിലേക്ക് കടത്തിയാൽ തന്നെ സ്വർഗലോകത്ത് ധാരാളം പദവികളുണ്ട്. ഏറ്റവും ചെറിയ ഒരു രക്ഷപ്പെടുത്തലാണ് നരകം തൊടാതെ ആ മക്കളുടെ ശരീരത്തെ നമ്മൾ രക്ഷപ്പെടുത്തുക എന്നത്. പരിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ ഈമാനുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ ശരീരങ്ങളെയും മക്കളുടെ ശരീരങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തണം. ഏറ്റവും ചെറിയ ഉത്തരവാദിത്തമാണത്, ഏറ്റവും ചെറിയ പരിചരണത്തിന്റെ റിസൾട്ടാണത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇന്നത്തെ ആധുനിക ലോകച്ച മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരു കല്യാണത്തിൽ ഹറാം എങ്ങനെ സംഘടിപ്പിക്കാം, വീട്ടിൽ നടക്കുന്ന സൽക്കാരത്തിൽ എങ്ങനെ ഹറാമ് സംഘടിപ്പിക്കാം, വസ്ത്രവേഷവിധാനങ്ങളിൽ എങ്ങനെ ഹറാമ് കലർത്താം, കറാഹത്ത് എങ്ങനെ ലാഘവത്തോടുകൂടെ കൈകാര്യം ചെയ്യാം, ഹറാമുകളും അപരാധങ്ങളും എങ്ങനെ ലാഘവത്തോടു കൈകാര്യം ചെയ്യാം എന്ന വൃത്തികെട്ട പാഠമാണ് മിക്കവാറും മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്ന് മക്കൾ കണ്ടുപോകുന്നത് എന്നൊരു ദുഷ്കരമായ യാഥാർത്ഥ്യമല്ലേ? മിക്കവാറും നിക്കാഹിന് പോകാൻ തന്നെ മടിയാണ്. പ്രത്യേകിച്ചും ഓഡിറ്റോറിയം നിക്കാഹുകളാണെങ്കിൽ മാതാപിതാക്കളുടെ ആശീർവാദത്തോടുകൂടെ ആൺപെൺ സങ്കലനങ്ങളാണ്. പിന്നീട് അങ്ങോട്ട് ഹറാമിന്റെ അരങ്ങ് തകർച്ചയാണ്. മാതാപിതാക്കളുടെ ആശീർവാദത്തോടുകൂടെ ലോകത്ത് ഹറാമുകൾ അരങ്ങേറുമ്പോൾ, അപരാധങ്ങൾ അരങ്ങേറുമ്പോൾ മാതാപിതാക്കളുടെ തർബിയത്തിനെ സംബന്ധിച്ച് കൂടുതൽ ആലോചനാ വിഷയമാക്കണം. സിയം വലിയുല്ലാഹിക്ക് ഉയരാനുള്ള വലിയ മാനദണ്ഡം മാതാപിതാക്കളുടെ തർബിയത്താണ് ഒന്നാമതായി. ഇനി സിയം വലിയുല്ലാഹിൽ മദബൂരി റളിയല്ലാഹു അൻഹുവിന് ഉയരാൻ പ്രചോദനദായകമായ രണ്ടാമത്തെ കാര്യം, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരുമായുള്ള നല്ല സഹവാസങ്ങളാണ്. മൗലിദ് കിതാബ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. നേരത്തെ ഇവിടെ പാരായണം ചെയ്തു പോയി. അതിൽ കാണാം സിയം വലിയുല്ലാഹിൽ മദബൂരി റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആലിമീങ്ങളുമായി, സാലിഹീങ്ങളുമായി, മഹാരഥന്മാരുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച മധുരമുള്ള ഒരുപാട് അനുഭവങ്ങൾ. ബഡ്കലിൽ നിന്ന് കടന്നു വന്ന പുലിമൊയ്തീൻ സാഹിബി നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു, ഞണ്ടാടി ശൈഖ് റളിയല്ലാഹു അൻഹു, ഹാമിദ് ഗോയമ്മത്തങ്ങൾ ഖാദിരി റളിയല്ലാഹു അൻഹു, ആലുവായി അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, വടകര മുഹമ്മദാജി തങ്ങളുപ്പാപ്പ റളിയല്ലാഹു അൻഹു,
ആ കാലഘട്ടത്തിലെ ആത്മീയതയുടെ വക്താക്കളായി സമൂഹം അംഗീകരിച്ച ശരീഅത്തിന്റെ പണ്ഡിതന്മാർ പദവി നൽകിയ ആ പട്ടം അംഗീകരിച്ച മഹാരഥന്മാരുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചു. സ്വാലിഹീങ്ങളുമായി സഹവസിക്കാതെ ഒരു വലിയും വിലായത്തിന്റെ പദവി നേടിയെടുത്തിട്ടില്ല. ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്കിയാൽ ബഗ്ദാദിന്റെ ഏതോ ഒരു മൂലയിൽ അധിവസിച്ചിരുന്ന അൽ ഗൗസി എന്ന വലിയിന്റെ സ്വാലിഹിന്റെ പൊരുത്തം കാണാം. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ചരിത്രം വായിച്ചു നോക്കിയാൽ അബ്ദുൽ മലിക്കിൽ ഖർനൂബി റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം കാണാം. ഖാജാ മുഈനുദ്ദീൻ ചിശ്തിൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്കിയാൽ ഇബ്രാഹിമുൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം കാണാം. ഏതേതു മഹാന്മാരുടെയും ജീവിതത്തിലൂടെ സഞ്ചരിച്ചാൽ സ്വാലിഹീങ്ങൾ കൈകാര്യം ചെയ്ത സദസ്സുകൾ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ആത്മീയതയുടെ ആകാശഗംഗയിൽ വിരാജിക്കുന്നത് ചന്ദ്രികകളായി അവരോരോരുത്തരും മാറിയിട്ടുള്ളത്. അല്ലാഹ് തൗഫീഖ് നൽകണേ റബ്ബേ. അതുകൊണ്ട് നന്മയുടെ സാലിഹീങ്ങൾ കൈകാര്യം ചെയ്യുന്ന സദസ്സുകൾ നമ്മൾ ആരും നഷ്ടപ്പെടുത്തരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അലൈക്കും ബിൽ ജമാഅ وإياكم فالفرقة فإن الشيطان مع الواحد وهو من الاثنين يبعد ومن أراد بحبوحة الجنة فليلزم الجماعة. നന്മ ചെയ്യുന്ന സ്വാലിഹീങ്ങൾ കൈകാര്യം ചെയ്യുന്ന സദസ്സ് നിങ്ങൾ മുറുക്കെ പിടിക്കണം. അതിൽ നിന്ന് മാറി നിൽക്കരുത്. ശൈത്താൻ ആദർശം കൊണ്ട് തട്ടിക്കളിക്കും. 2 പേരോ 3 പേരോ 4 പേരോ 100 പേരോ ഒരു നന്മയുടെ മജ്ലിസിൽ പങ്കെടുത്താൽ അവരുടെ ഈമാനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. സ്വർഗത്തിന്റെ കേന്ദ്രബിന്ദു ആരാണോ ആഗ്രഹിക്കുന്നത് അവർ സ്വാലിഹീങ്ങൾ കൈകാര്യം ചെയ്യുന്ന സദസ്സ് ഉപയോഗപ്പെടുത്തട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ ചുരുക്കം സിയം വലിയുല്ലാഹിൽ മദബൂരി റളിയല്ലാഹു അൻഹുവിന് വളരാൻ പ്രചോദനദായകമായ രണ്ടാമത്തെ കാര്യം സ്വാലിഹീങ്ങളുമായുള്ള നല്ല നല്ല മജ്ലിസുകളുമായുള്ള സഹവാസമാണ്. ഒന്നാമത് പറഞ്ഞു മാതാപിതാക്കളുടെ തർബിയത്ത്, രണ്ടാമത് പറഞ്ഞു നല്ല നല്ല ആളുകളുമായുള്ള സഹവാസം, മൂന്നാമത്തേത് ശരീഅത്തിന്റെ അറിവ്. ആഴത്തിലിറങ്ങി പഠിച്ചു. ശരീഅത്തിന്റെ ഇൽമ പഠിക്കാതെ ഒരു വലിയും വലിയായിട്ടില്ല. ശരീഅത്തിന്റെ 3 പ്രധാനപ്പെട്ട ഇൽമുകളുണ്ട്. അഥവാ ഇൽമു തഫ്സീർ, ഇൽമുൽ ഫിഖ്ഹ്, ഇൽമുൽ ഹദീസ്. ഇതാണ് ശർഈയായ 3 പ്രധാനപ്പെട്ട വിജ്ഞാനങ്ങൾ. തഫ്സീറുണ്ട്, ഹദീസുണ്ട്, അതുപോലെ ഇൽമുൽ ഫിഖ്ഹ് ഉണ്ട്. അതിൻ്റെ സഹായകങ്ങളായ ഒരുപാട് വിജ്ഞാന ശാഖകൾ വേറെയുമുണ്ട്. ശരീഅത്തിന്റെ ഇൽമു കൈകാര്യം ചെയ്യാതെ ഒരു വലിയും വിലായത്തിൻ്റെ വലിയ പദവികളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭ മുഫ്തിയാണ്. ആധികാരികമായ തൂലികയുടെ വക്താവാണ്. ആധികാരികമായ ശബ്ദത്തിന്റെ ഉടമയാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അവരുടെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് തുഹഫത്തുൽ മുഹ്താജ്. അത് 10 വാള്യമുണ്ട്. ആ ഗ്രന്ഥം ആരംഭം മുതൽ കൊടുക്കം വരെ കൈകാര്യം ചെയ്യാതെ ഒരു ആലിമിനും സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ കഴിയില്ല. അത്രയും ഘനമുള്ള ഗ്രന്ഥം ലോകത്തിന് സമർപ്പിച്ച ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കിതാബാണ് ഫതാവൽ ഹദീസിയ്യ. അതിൻ്റെ അവസാന ഭാഗത്ത് ഔലിയാക്കളുടെ ആത്മീയ ലോകത്തെ പദവികൾ പറഞ്ഞെടുത്ത് കാണാം. ഔലിയാ, നുജബ, നുഹബ, ബുദല, ഉറഫ, അഖ്യാർ, അൻവാർ, ഔതാദ്, അഖിയാസ്, അഖ്താബ്. അതിൽ ഖുതുബുൽ ആലമുണ്ട്, ഖുതുബുൽ സമാനുണ്ട്, പലവിധ ഖുതുബുകളുണ്ട്. ഔലിയാഇന്റെ ആത്മീയ ലോകത്തെ വിവിധങ്ങളായ പദവികളാണത്. ആ പദവികളെല്ലാം ആരംഭിക്കുന്നത് ഉലമാ, ശരീഅത്തിന്റെ ഇൽമിൽ നിന്നാണത്, നേടിയെടുത്തവരിൽ നിന്നാണ്. അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ടുള്ള ഓരോ പദവികളും ആരംഭിക്കുന്നത്. അതുകൊണ്ട് ശരീഅത്തിന്റെ ഇൽമ് നന്നായി പഠിക്കണം. നമ്മുടെ മക്കൾക്ക് അത് നേടിയെടുക്കാനുള്ള വഴി മദ്രസകളാണ്, അല്ലെങ്കിൽ ദർസുകളാണ്, ദഅവാ കോളേജുകളാണ്, വഅളിന്റെ മജ്ലിസുകളാണ്, ആഴ്ചതോറും നടക്കുന്ന ക്ലാസുകളാണ്, അല്ലെങ്കിൽ ഖതീബിന്റെ പ്രഭാഷണങ്ങളാണ്, റമദാനിലെ ക്ലാസുകളാണ്. ശരീഅത്തിന്റെ ഇൽമ് ആഴത്തിലിറങ്ങി പഠിക്കാതെ ഒരാൾക്കും ആത്മീയതയുടെ മധുരം നുകരാൻ കഴിയില്ല.
സിയം വലിയുല്ലാഹിൽ മദവൂരി റളിയല്ലാഹു അൻഹു ശരീഅത്തിന്റെ വിജ്ഞാന ശാഖകൾ പഠിക്കാൻ വേണ്ടി അവലംബിച്ചത് ആ കാലഘട്ടത്തിലെ കിടയറ്റ മഹാന്മാരായ രണ്ട് പണ്ഡിതന്മാരെയാണ്. ഒന്ന് നാരകശ്ശേരി മലയം അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, മറ്റൊന്ന് കുറ്റിക്കാട്ടൂര് ഇമ്പിച്ചാലി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. രണ്ടുപേരും മഹാരഥന്മാരായ നല്ല കിടയറ്റ പണ്ഡിതന്മാരാണ്. ശരീഅത്തിന്റെ വിജ്ഞാന ശാഖകളെല്ലാം ബിൽഫിഇലി അപ്പപ്പോൾ മനസ്സിൽ നിന്നെടുത്തു പറയാൻ കൽപ്പുള്ള പേരുകേട്ട മുഫ്തിമാരാണ് രണ്ടുപേരും. ആ രണ്ട് മഹാപ്രതിഭകളിൽ നിന്നാണ് സിയം വലിയുല്ലാഹിൽ മദവൂരി റളിയല്ലാഹു അൻഹു ശരീഅത്തിന്റെ ഇൽമ പഠിച്ചത്. അതുകൊണ്ട് തന്നെ സിയം വലിയുല്ലാഹിയുടെ ഇൽമിന്റെ വട്ടക്കണ്ണി ഇവിടെ നിന്ന് ചലിപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്തപുരത്തിൽ പ്രകടമാകുന്നതാണ്. കാരണം സിയം വലിയുല്ലാഹിൽ മദവൂരി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ഉസ്താദാണ് നാരകശ്ശേരി മലയം അബൂബക്കർ മുസ്ലിയാർ. അവരുടെ ശൈഖാണ് റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്. അവരുടേത് ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ. അവരുടേത് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അവരുടേത് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ. അവരുടേത് അലി ഹസൻ മഖ്ദൂം. അവരുടേത് വലിയ ബാവ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അഹ്മദ് മഖ്ദൂം. അവരുടെ അഹ്മദ് മഖ്ദൂം രണ്ടാമൻ. അവരുടേത് മമ്മിക്കുട്ടി ഖാദി പൊന്നാനി. അവരുടേത് അലി ഹസൻ മഖ്ദൂം, ഖാജ മഖ്ദൂം, നൂറുദ്ദീൻ മഖ്ദൂം, അബ്ദുൽ അസീസ് മഖ്ദൂം, അബ്ദുറഹ്മാൻ മഖ്ദൂം, ഉസ്മാൻ മഖ്ദൂം, അബ്ദുറഹ്മാൻ മഖ്ദൂം, ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻ, സക്കരിയ അൽ അൻസ്വാരി, ജലാലുദ്ദീൻ അൽ മഹല്ലി, അബ്ദുറഹീം അൽ ഇറാഖി, അലാഉദ്ദീൻ അലി ഇബ്നു ഇബ്രാഹിം, യഹ്യ ഇബ്നു ശറഫ് النووي, الإمام يربلي سلار, محمد القزويني, عبد الغفار القزويني, أبو القاسم الرافعي, والده الرافعي, الإمام نيسابوري, حجة الإسلام أبو حامد الغزالي, إمام الحرمين أبو محمد الجويني, أبو بكر قفال مروزي, أبو زيد مروزي, أبو إسحاق مروزي, أحمد البغدادي, الإمام الأنماطي ربيع المرادي, الإمام شافعي مسلم الزنجي, عبد الملك بن جريج, عطاء بن أبي رباح, عبد الله بن عباس رضي الله عنهم أجمعين. അവരുടെ എല്ലാ ഗുരുനാഥനാണ് സയ്യിദുന വസനദുന വശഫീഉന വമുസ്തഫാന വമുർതളാന വമുജ്തബാന വമുഖ്തഫാന വമുഖഫാന വമുഖഫീന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അധിക മനോഹരനൂറുള്ള അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഗതിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ്. ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഗുരുപരമ്പരയിലൂടെ കൈമാറി വന്ന ശരീഅത്തിന്റെ വിജ്ഞാന ശാഖകളെല്ലാം മഹാഗുരുനാഥന്മാരിൽ നിന്ന് നേടിയെടുത്ത സിയം വലിയുല്ലാഹിൽ മദവൂരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ആ മൂന്നാമത്തെ പ്രമേയം മറന്നുപോകരുത്. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസങ്ങൾ ആ ശരീഅത്തിന്റെ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള വലിയ വഴിയാണ്. ആരും അത് മുടക്കരുത്, മക്കൾക്ക് വിച്ഛേദിക്കരുത്. ഓരോ നാട്ടിലും ഒരുപാട് മുതല്ലിമീങ്ങൾ ഉണ്ടാവണം. അല്ലാമ റാസി റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് ഒരു നാട്ടിൽ തന്നെ 10, 20, 30, 40 നഹ്വ് പഠിക്കുന്ന മുതല്ലിമീങ്ങൾ ഉണ്ടാവണം, സർഫ് പഠിക്കുന്ന മുതല്ലിമീങ്ങൾ ഉണ്ടാവണം, ഫിഖ് കൈകാര്യം ചെയ്യുന്ന മുതല്ലിമീങ്ങൾ ഉണ്ടാവണമെന്നാണ് ഷാഫിഈ മദ്ഹബിന്റെ കർക്കശമായ നിലപാട്. ഓരോ 132 കിലോമീറ്ററുകളിലും ശരീഅത്തിന്റെ വിജ്ഞാന ശാഖകൾ കൈകാര്യം ചെയ്യുന്ന ഏതേത് ചോദ്യങ്ങളോടും ആത്മാർത്ഥമായ
ആത്മാർത്ഥമായി പ്രതികരിക്കുന്ന ഒരു ആലിമെങ്കിലും ചുരുങ്ങിയത് ഉണ്ടാവണമെന്ന് അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാമ ഫറാബി റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു സ്വലാഹ് റളിയല്ലാഹു അൻഹുവിന് ഒരു അഭിപ്രായം കാണാം. തഹറുമുൽ ഇഖാമതു ബിബലദില്ലാ മുഫ്തിയ ഫീഹി, ശരീഅത്തിന്റെ ഇൽമ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരില്ലാത്ത നാട്ടിൽ താമസിക്കൽ ഹറാമാണെന്നവരെ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശരീഅത്തിന്റെ അറിവ് ആഴത്തിലിറങ്ങി പഠിക്കണം. ഒരുപാട് മുതഅല്ലിമീങ്ങൾ വളരണം, ഒരുപാട് ആലിമീങ്ങൾ ഉണ്ടാവണം. അത് സി.എം. വലിയുല്ലാഹിയുടെ ജീവിതത്തിലെ വലിയ പ്രമേയമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ പെരുപ്പിക്കുന്നില്ല. ആ ജീവിതത്തിലെ 4ാമത്തെ പ്രമേയം കാരുണ്യത്തിൻ്റെ, ആർദ്രതയുടെ, മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏതേത് ഔലിയാക്കളുടെയും ജീവിതം നിങ്ങൾ എടുത്തു നോക്കൂ. അവരെല്ലാം ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നല്ല കാരുണ്യ പ്രവർത്തകരായിരുന്നു. സി.എം. വലിയുല്ലാഹിൽ മദവൂരി റളിയല്ലാഹു അൻഹു 27 വർഷം കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലങ്ങനെ താമസിക്കുന്ന സമയം ഓരോ ദിവസവും 100-ലധികമോ അതിലപ്പുറമോ ആളുകൾ വരും. ഏറ്റവും ചുരുങ്ങിയതൊരു ദിവസം 100-ലധികം ആളുകൾ വരും. 100,000 പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത്. 27 വർഷം ഓരോ ദിവസവും 100-ലധികം ആളുകൾ വരുന്നതും അവരുടെ 100,000 പ്രശ്നങ്ങൾ വിശാലമായ മനസ്സോടുകൂടെ കേൾക്കുന്നതുമായ ആർദ്രതയുടെ, കാരുണ്യത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, ദയാദാക്ഷിണ്യത്തിൻ്റെ, മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ അത്ഭുതകരമായ സമീപനം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.